നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒട്ടും തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഇതിനെ നമുക്കൊരു ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീം എന്നൊക്കെ പറയാം. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സാധാരണക്കാർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഓട്സ് വെച്ചിട്ടാണ്. ഓട്സ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഒരു സ്പൂൺ ഓട്സാണ് എടുക്കുന്നത്. ഈ ഒരു ഓട്സ് ഞാൻ ഇതേപോലത്തെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓട്സ് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഇതേപോലെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഞാനിത് സോക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു ഓട്സ് മിൽക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നന്നായിട്ട് ഓട്സ് മിൽക്കായിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ബൗളിലെടുത്തേക്കിട്ട് ഇതേപോലത്തെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ ഒരു ഓട്സ് മിൽക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ഉള്ളവരാണെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് പാക്കായിട്ട് മാത്രമല്ല ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. 1/2 സ്പൂൺ ഗ്ലിസറിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഒരു 1/2 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഞാൻ ഒരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ ചേർക്കുമ്പം ഒരു ക്രീമി ടെക്സ്ചറിലാകാൻ വേണ്ടിയിട്ട് എത്ര വേണോ അത്രയും അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെത് ഇപ്പം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഒരു സെറത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെറത്തിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അലോവേര ജെൽ ചേർത്തിട്ട് നല്ല ക്രീമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിത് പാക്ക് മാത്രമല്ല, ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. വാഷ് ചെയ്യണമെങ്കിൽ മാത്രം വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം ഗ്ലോ ആയിട്ടിരിപ്പുണ്ടെന്ന് സ്കിന്ന്. പിന്നെ ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.